തലസ്ഥാന ജില്ലയിൽ കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള റോഡ് നിർമ്മാണത്തിൽ വമ്പൻ അഴിമതിയെന്ന ആക്ഷേപവുമായി നാട്ടുകാർ. കാട്ടാക്കട എംഎൽഎയുടെ അധ്യക്ഷതയിൽ ആറ്റിങ്ങൽ എംപി ഇന്ന് നിർവഹിക്കുന്ന റോഡ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ബിജെപി വാർഡ് മെമ്പർമാരും അറിയിച്ചു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പ്രകാരം നേമം ബ്ലോക്കിൽ 2.19 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡാണിത്. 4 കിലോമീറ്റർ ദൂരമുള്ള പിറയിൽക്കടവ് പള്ളിമുക്ക് പേയാട് അരുവിപ്പുറം റോഡിന്റെ പല ഭാഗത്തും അശാസ്ത്രീയ നിർമ്മാണം. ടാർ റോഡിന് ഇരുവശവും ചില ഭാഗങ്ങളിൽ മാത്രമാണ് കോൺക്രീറ്റ്. ഇട റോഡിലേക്ക് മരണക്കിണർ പോലെയാണ് ഇറക്കവും കയറ്റവും. റോഡരികിൽ സ്ഥാപിച്ച റിഫ്ലക്ടർ സ്റ്റാൻഡുകൾ ഇപ്പോഴേ ഇളകി തുടങ്ങി. ശരിക്കും വെള്ളാനകളുടെ നാടെന്ന് നാട്ടുകാരൻ പരമേശ്വരൻ നായർ. ഇവിടെ അതിന് പുട്ടടി തന്നേ ഉള്ളൂ. ഏത് കണ്ടറാക്ക് വന്നാലും ആര് വന്നാലും നമുക്കെന്തെങ്കിലും കിട്ടണം. ദൈവസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം. അതേ ഉള്ളൂ. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇന്നതാണ്. 3 വർഷം കൊണ്ട് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നതാണ്. കൈവരികളില്ലാത്ത അരുവിപ്പുറം കലുങ്കുപാലത്തിൽ ഏത് നിമിഷവും അപകടം നടക്കാം. റോഡിലെ മാൻഹോൾ പോലും പാതി കോൺക്രീറ്റ് ചെയ്ത് അടച്ചുള്ള ഗംഭീര നിർമ്മാണം. വാർഡ് മെമ്പർ സെന്തിൽകുമാർ പറഞ്ഞതിങ്ങനെ: പണി പൂർത്തിയായി ഈ ഉദ്ഘാടന ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യങ്ങൾ തന്നെ ചെയ്തു തന്നിട്ടില്ല. ഈ തേരിയുടെ ഭാഗത്ത് നല്ല കുത്തൊഴുക്കൾ, മഴ സമയത്തൊക്കെ വളരെയധികം കുത്തൊഴുകി വെള്ളം വന്നെടുത്ത് ടാറിന്റെ സൈഡൊക്കെ അടന്ന് പോകുന്നൊരു അവസ്ഥയാണ്. ബിജെപിക്കും പ്രതിഷേധമുണ്ടെന്ന് മണ്ഡലം പ്രസിഡന്റ് സുധീഷ് കുമാർ. ഇവിടെ പണം ചെലവാക്കാൻ നരേന്ദ്രമോദി സർക്കാരും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് 8 കാലും അമ്മൂഞ്ഞന്മാരെന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഈ 5 കൊല്ലം വരെ ഞങ്ങളുടെ എം പിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഇലക്ഷന് മുന്നോടിയായിട്ട് കണ്ട് സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാണ് ഒരു പരിപാടി. ഇന്ന് വൈകിട്ട് IB സതീഷ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ അടൂർ പ്രകാശ് എം പി നിർവഹിക്കുന്ന റോഡിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് വെളുപ്പിൽശാല ഗ്രാമപഞ്ചായത്തിലെ സെന്തിൽകുമാർ, ഗീതാകുമാരി, ഉഷാകുമാരി അടക്കമുള്ള BJP മെമ്പർമാർ. ജനം, തിരുവനന്തപുരം.